ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോഹോളിക് 390. നമ്മൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻ ഓഫ് കച്ച് ഓർ റോഡ് ഓഫ് ഹെവൻ എന്നൊക്കെ പറയുന്ന വൈറ്റ് ഡെസേർട്ട് ഓഫ് ഗുജറാത്ത്, അങ്ങോട്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര. ഓക്കെ, അപ്പോൾ നമുക്ക് യാത്ര വിശേഷങ്ങളോട്ട് കിടക്കാം. നമ്മളപ്പോൾ കച്ചിലേക്കുള്ള റോഡിൽ കയറിയിട്ടുണ്ടാ നോക്കി നിങ്ങൾ. നടുക്കൊരു റോഡ് ഇങ്ങനെ നീണ്ടു നിവർത്ത് കിടക്കുക, രണ്ട് സൈഡും ഒരു വിജനമായ സ്ഥലം അല്ലേ. നമ്മൾ ആക്ച്വലി ഉപ്പുപാട് എത്തിയിട്ടില്ല കേട്ടോ, എത്തണേ ഉള്ളൂ. ഇത് കച്ചിലേക്കുള്ള റോഡാണ്. എൻ്റെ മോനെ നോക്കി നിങ്ങൾ, അറ്റത്തൊക്കെ വെള്ളം ഉണ്ടോ കേട്ടോ, ഈ ഒറ്റ അറിയില്ല. രണ്ട് സൈഡിലൊരു മരം പോയിട്ടൊരു ചെടി പോലും ഇല്ലടോ, അമ്മാതിരി വിജനമായ സ്ഥലം. റോഡ് ഓഫ് ഹെവൻ, റാൻ ഓഫ് കച്ച്. റാൻ ഓഫ് കച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ടിക്കറ്റ് കൊടുത്ത് ജസ്റ്റ് അവിടെ നടന്ന് കാണാനെങ്കിൽ പറ്റുള്ളൂ കേട്ടോ. കച്ച് ഉത്സവം നടക്കണോടത്ത് അവിടെ അല്ലാണ്ട് അവിടെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതേ ഇവിടെയൊക്കെ നൈസായിട്ട് സോൾട്ടാണ് കേട്ടോ, അത് കാണണമൊക്കെ സോൾട്ടാ. ഓക്കെ, നൈസായിട്ടുള്ളൂ, എത്തിയിട്ടില്ല നമ്മൾ കറക്റ്റായിട്ട് ഇടയ്ക്ക്. ഓക്കെ, ഈ റൈറ്റ് സൈഡിൽ വൈറ്റ് കണ്ടുണ്ടോ, ഒക്കെ സോൾട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഇതിൻ്റെ ഇടയിൽ ഒരു പണി ഗൈസ്, നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ കത്തുണ്ടോ എന്നൊരു ഡൗട്ട്. ഞാൻ ഇന്നലെ ഞങ്ങളോട് നോക്കി 2 days മുന്നേ നോക്കുമ്പോൾ എഞ്ചിൻ ഓയിൽ ആവശ്യത്തിനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ കുറച്ച് നേരത്തെ ഒന്ന് നിർത്തിയിട്ടിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ എഞ്ചിൻ ഓയിലിൻ്റെ ലെവല് വളരെ ഷോക്കാണ് ഗൈസ്. സോ ഞങ്ങൾ ഡൽഹിയിൽ എത്തിയിട്ട് ചേഞ്ച് ചെയ്യാം, എല്ലാ എയർ ഫിൽറ്ററും ഓയിൽ ഫിൽറ്ററും എഞ്ചിൻ ഓയിലൊക്കെ ചേഞ്ച് ചെയ്യാന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഒരു കോൺഫിഡൻറ്റ് കുറവ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നിയർ ബൈ ഒരു ഷോറൂം ഉണ്ട്, അപ്പോൾ ആ ഷോറൂമിൽ കൊടുത്ത് നമുക്ക് നൈസായിട്ട് എഞ്ചിൻ ഓയിലൊക്കെ കൊണ്ട് ചേഞ്ച് ചെയ്തേക്കാം, റിസ്ക് എടുക്കണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നല്ല പണി കിട്ടും. ചെറിയ കാശിന് ചിലവിന് നമ്മൾ എഞ്ചിൻ പണിക്ക് വരെ പോകേണ്ടി വരും. അപ്പോൾ അത് കാരണം നമ്മൾ അത്രയും വലിയ റിസ്ക് ഒന്നും എടുക്കാൻ നിൽക്കണില്ല. നൈസായിട്ട് ഇവിടെ ഒരു 30 kilometers ഒരു നിയർ ബൈ ഷോറൂം കാണിക്കുന്നുണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ ഓതറൈസ്ഡ് ഷോറൂം കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടേക്ക് ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ കച്ചിൽ പോവും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നാളത്തേന് പോവും. ഇനിയിപ്പോൾ ഇന്ന് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻ്റൊക്കെ അടിച്ച് ഒരു വൈബ് പിടിക്കാൻ നോക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ. പിന്നെ ഇടയിൽ ഒരു പ്ലാൻ ചേഞ്ച് വന്നായിരുന്നു കേട്ടോ, ഞാൻ ഇടയ്ക്ക് ഇടയിൽ ഒന്ന് പറഞ്ഞേ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കച്ചിൻ്റെ വീഡിയോസ് കണ്ടേനെ ഗൈസ്. ഓക്കെ, നമുക്ക് ഷോറൂമിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം ബാക്കി കാര്യങ്ങൾ. നമ്മുടെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഗുദാം ഷോറൂം. सर्विस इधर है, सर्विस है. और I want to change my engine oil and oil filter. ऑयल अलग आता है, मेरे पास शायद नहीं रहेगा उसका. ऑयल नहीं है, नॉट शॉक. Oh my God. Tomorrow. Save Mullaperiyar, save Kerala, save my Digambaran man. വണ്ടിയുടെ വരെ എന്നിട്ട് കണ്ണീന്നുള്ള തന്നെ കരയണ മൂക്ക് പൊട്ടിയിട്ടാ. ആടാ ഒരു ഓട്ട അവിടെ. ഇവിടുത്തെ ഷോറൂം നോക്കിയേ, സീനോട്ടാ. ഷോറൂമിൻ്റെ മുന്നിൽ നോക്കിയാൽ ഹീറോൻ്റെയും ഹോണ്ടയുടെയൊക്കെ വണ്ടികളാ. സർവീസും ഒന്നുമില്ല കേട്ടോ, ഒരു ഗുദാം ഏരിയ ഇഷ്ടമാണ്. ഗുജറാത്ത്. ആളിപ്പോൾ വിളിച്ചു ചോദിക്കുന്നുണ്ട് നാളേക്ക് അങ്ങനെ നടക്കുമോ എന്നുള്ളത്. അങ്ങനെയാണ് നമ്മളിവിടെ സ്റ്റേ എടുക്കേണ്ടി വരും. എന്തായാലും വണ്ടി ഓടിക്കൽ റിസ്ക്കാ. ചൂട്ടത്ത് നോക്കിയ ജാക്കറ്റ് ഷൂ ഒക്കെ ഇട്ടിട്ട് സമ്മതിക്കണല്ലോ എന്നെ. कितना किलोमीटर पे चेंज किया था? Other no idea. I think it's 10k. I think it's 10,000 kilometer before. Oil change सही है जब. Oil filter today कितना टाइम? 11 बजे. English हिंदी थोड़ा ब्रो. 1 hour 2 hour कितना टाइम? 1 hour only. Thank you. അപ്പോൾ we will wait here. Okay. गाने इधर गाना
पानी इनसाइड ब्रो, दंडा पानी. ओके. ഓ ഇത് ഈസി കേട്ടോ. മെയ്ഡ് ലൈക്ക് എ ഗൺ, ഗോസ് ലൈക്ക് എ ബുള്ളറ്റ്. ഇതെല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. ഇവരുടെ ഒരു പെയിൻറ് തീമും ഒരേപോലെയാണ്. പക്ഷെ ഇവിടെ അധികം വണ്ടികളില്ലാത്തതുകൊണ്ടായിരിക്കും ഇവിടെ സർവീസ് ഒന്നും ഇല്ലാത്ത. സെയിലിന് പോലും ഷോറൂമിൻ്റെ ഉള്ളിൽ വണ്ടികളില്ലേ വൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ വന്ന് നമ്മൾ വിചാരിച്ചു ഇവിടെ സ്റ്റെക്കായി എന്നാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വെച്ച് പണി കിട്ടിയെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടുത്തെ ആൾക്കാരെല്ലാം ഫുൾ സപ്പോർട്ടായിരുന്നു. വൺ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വൺ സപ്പോർട്ട്. ആളപ്പോൾ തന്നെ ഓയിലൊക്കെ ചേഞ്ച് ചെയ്ത് തന്നു. പിന്നെ നമ്മളെടുത്ത് പറഞ്ഞു നിങ്ങളിവിടെ നിൽക്ക്, നിങ്ങൾ നമ്മളെ ഗസ്റ്റാണ്, അതാണ് ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മളോട് പിടിച്ച് നിർത്തി നോക്കി നിങ്ങൾ. എന്നിട്ട് നമുക്കുള്ള ഫുഡ് സ്റ്റേ എല്ലാവരും അറേഞ്ച് ചെയ്ത് തന്നു. സീരിയസ്ലി ആക്ച്വലി ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ആ റെഡ് ടീഷർട്ട് ഇല്ലേ, പുള്ളിക്കാരനാട്ടോ ഓണർ, ഇതിൻ്റെ ഓണർ. ഓക്കെ, പുള്ളിക്കാരനാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തന്നെ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് ഷോറൂമിൻ്റെ ഉള്ളിൽ സ്റ്റേയും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തന്നു. കുക്കിങ്ങിൻ്റെ പരിപാടിയുടെ നടന്നു ഫുള്ള് ഇത്ര നേരം നമുക്ക് വേണ്ടി ചെയ്താട്ടോ. അല്ലെങ്കിൽ അവരൊക്കെ വീട്ടിൽ പോകുന്ന ആൾക്കാരാണ്. നമ്മളെ മാത്രം ഒരു ഇതുകൊണ്ട് ഗസ്റ്റ് എന്നുള്ള ഒരു രീതിക്ക് നമ്മളിവിടെ പിടിച്ച് നിർത്തി. നമ്മൾക്ക് ഫുഡ് കാര്യം ലോക്കൽ ഫുഡ്സ് എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യിപ്പിച്ചു. ഇവരുടെ സിറ്റി നമ്മളെ കുറേ കൊണ്ടുപോയി കുറേ കറങ്ങിയിട്ടാണ് നമ്മൾ ഇവരുടെ ഒപ്പം. അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. നമ്മൾ നല്ല സ്റ്റേ ചെയ്തൊക്കെ ഷോറൂമിലാണ്. ഈ ബ്രോയാണ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് തന്നത്. എവറിത്തിങ് നമുക്ക് സെറ്റ് ചെയ്ത് തന്നത് ബ്രോയാണ്. ഇതാണ് ആളുടെ പുള്ളിക്കാരൻ്റെ ഞാട്ടാ ഈ ഷോറൂമും. ആളെ ഞാൻ അതിൻ്റെ ഓണർ. അപ്പം അങ്ങനെ നമ്മളിവിടുന്ന് എന്താ പറയുക സൺറൈസ് പിടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. അതേ പറഞ്ഞിരിക്കാൻ സീനല്ലേ. ലെറ്റ്സ് ഗോ ബ്രോ. താങ്ക് യു ഫോർ എല്ലാ ഹെൽപ്പിനും. താങ്ക് യു. നമുക്ക് ദോലാവിയല്ല കവത ഫുള്ള് ഇരുട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ദോലാവിയർ എത്തിയിട്ട് സൺറൈസ് നമ്മുടെ വൈറ്റ് ഡെസേർട്ടിലെ സൺറൈസ് കുടിക്കുക ഗൈസ് ഇന്ന്. ഓക്കെ, ലെറ്റ്സ് ഗോ. നോക്കിയാൽ നിങ്ങൾ സൺലൈറ്റ് മെല്ലെ വന്നു തുടങ്ങിയിട്ടോ. ഈ സൈഡ് ഫുള്ള് ബ്ലൂ സ്കൈ. ഈ സൈഡ് നോക്കി വേറെ തന്നെ സീനല്ലേ. നമ്മൾ എത്തിയിട്ടില്ല, ആക്ച്വലി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എത്ര കിലോമീറ്റർ ഉണ്ട് കൊഞ്ചോ? ഏത് സീനല്ലേ. പത്ത് 35 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നീ ഓക്കെ. അപ്പോൾ സൺറൈസൊക്കെ സെറ്റായിട്ടാ നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് കിടക്കണ കടപ്പ് നോക്കി നിങ്ങൾ. കണ്ണത്താ ദൂരത്ത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കാട്ടോ. നമ്മൾ മറ്റേ വൈറ്റ് ഡെസേർട്ടിനോടൊക്കെ എത്തിയിട്ടില്ല. ഓൾമോസ്റ്റ് എത്തണുള്ളൂ കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ റോഡ് ഓഫ് ഹെവനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. റോഡ് ഓഫ് ഹെവനിൽ എത്തിയിരിക്കുകയാണ്. എനിക്കാണ് ചെറിയ ജലദോഷം പിടിച്ചിട്ടുണ്ട്. അതാണ് സൗണ്ടിന് ഒരു ഇത്. എൻ്റെ മോനെ നിങ്ങൾ നോക്കിയേ. ഉപ്പുപാടം എത്തിയിട്ടില്ല കേട്ടോ. ആ ഭാഗത്തേക്കാണ് രണ്ട് സൈഡിലും വൈറ്റ് ആണ്. ഈ സൈഡൊക്കെ അത്ര വൈറ്റ് അല്ല. എൻ്റെ മോനെ റോഡ് തന്നെയാണല്ലേ സ്വർഗത്തിലോട്ടുള്ള പാത. ഏകദേശം രണ്ട് സൈഡും വൈറ്റ് കളർ ഗൈസ്. എൻ്റെ മോനെ നോക്കിയേ. ഫുൾ വൈറ്റ് ആയിട്ടാ രണ്ട് സൈഡും. നോക്കി നിങ്ങള്, ഫുൾ വൈറ്റ് ഡെസേർട്ട്.
എന്റെ മോനെ ഫുള്ള് വൈറ്റ് ഡെസേർട്ട്. എന്റെ മോൻ എന്തൊരു സാധനല്ലേ. ഇവിടേക്ക് ഇപ്പൊ വണ്ടി ഇറക്കാൻ പറ്റില്ല. അവിടെ വണ്ടി ഇറക്കി കഴിഞ്ഞാൽ വണ്ടി താന്നു പോകും. ഏതൊക്കെ പോർഷനിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ നിലവിൽ ഇവിടെ ഫ്ലഷാണ്. വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി താന്നു പോകും. പക്ഷെ എന്റെ മോനെ കിടക്കണമെങ്കിൽ ഞങ്ങള് മറ്റവരെ കിടക്കണോ വൈറ്റ് ഡെസേർട്ട്. സീനല്ലേ. എന്റെ പൊന്നെ ഈ ഭാഗത്ത് വേറെ സീനാണ് വൈറ്റാട്ടോ. ആകാശവും വൈറ്റ്, ഭൂമിയും വൈറ്റ്, മൊത്തത്തിൽ വൈറ്റ്. അത് സൺലൈറ്റ് കൂടി ഉള്ള കാരണം ഭയങ്കര രസമായിട്ട് റിഫ്ലക്ട് ചെയ്യണം ഗൈസ്. എന്റെ മോനെ തിരിച്ചപ്പോ നോക്കിയേ, സൺലൈറ്റും വൈറ്റ് കളറും എല്ലാം കൂടെ വേറെ തന്നെ സീനായിട്ടോ. റൈഡേഴ്സ് മാനിയ ഗുജറാത്ത് ബുള്ളറ്റ് ബറ്റാലിയൻ. ഇതെങ്ങനെയുണ്ട് ഗുജറാത്ത് ടൂറിസം? എന്റെ മക്കളെ വേറെ തന്നെ സീനാട്ടോ. കുറച്ച് ഫോട്ടോസ് എടുക്കാം. നമ്മൾ കച്ചിന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോകാട്ടോ. ഇത് നോക്കിയേ, റൈഡർ മാനിയയുടെ സംഭവം കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബുള്ളറ്റ് ബറ്റാലിയൻ സൂറത്ത്, പിന്നെ കുറേ ക്ലബ്സിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോകാം ഗൈസ്. ഓക്കെ, ഏതൊരു ഭംഗിയെന്ന് പറയും ഇവിടെ. സൺലൈറ്റും കൂടി ആയതുകൊണ്ട് കറക്റ്റ് ആ മോർണിംഗ് ടൈം ആയതുകൊണ്ട് ചൂടൊന്നുമില്ല. പക്ഷെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അത് രസമാണ് ഗൈസ്. രണ്ട് സൈഡ് ഇങ്ങനെ വെള്ള കളറായിട്ട് എടുക്കല്ലേ, ആകാശവും ഇതും കൂടി ആകുമ്പോ ഭയങ്കര രസം. ആ റോഡും കൂടി നോക്കിയാൽ നിങ്ങൾ ഏതാ ഭംഗി എന്നുള്ളത് കണ്ടോ. നീണ്ടു വെറുതെ ഇങ്ങനെ കിടക്കുക റോഡ്. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഇങ്ങനെ വൈറ്റ് കളറായിട്ട് ഇങ്ങനെ ഇരിക്കുക. സൂപ്പറായിട്ടുണ്ടല്ലേ. വെറുതെ അല്ല ഇതിനെ റോഡ് ഓഫ് ഹെവൻ എന്ന് വിളിക്കണം കേട്ടോ. ഒരു 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 ലൈക്ക് സ്വർഗം ഫീലിംഗ് തന്നെയാണ് ഗൈസ്. വേറെ തന്നെ മൂഡ്. കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തുകൊണ്ടാണ് കാറ്റാട്ടോ. ഒരു രക്ഷയില്ല കാറ്റ്. നമ്മളെ വേണമെങ്കിൽ പറത്തി കൊണ്ടുപോകണ കാറ്റുണ്ട്. ഏത് രസല്ലേ. എനിക്കിങ്ങനെ പറഞ്ഞിട്ടും മതിയാവില്ല എന്ന് പറയില്ലേ. നിങ്ങളൊന്ന് കണ്ടു നോക്കി.
കാറ്റ് ഭയങ്കര തീരാട്ടാ, വണ്ടികൾ എടുത്ത് കൊണ്ടുപോവാണ്, അമ്മാതിരി കാറ്റാ. ഈ വെള്ളത്തിന് കളർ നോക്കിയേ, ഒരുതരം പർപ്പിൾ കളർ ഇട്ടോ വെള്ളത്തിന്, കണ്ടോ? ഗോപ്രോയിൽ അത് ഫീൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഒരുതരം പർപ്പിൾ കളർ വെള്ളം കണ്ടോ അല്ലേ? വെള്ളത്തിന്റെ കളർ നോക്കിയേ, ഒരുമാതിരി പർപ്പിൾ കളർ ഗൈസ്. പക്ഷെ എന്ത് രസമാണല്ലേ. എന്റെ മോനെ, दो साइड വേറെ മിലേക്ക. നമ്മള് ഭൂമി വിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ട് ഗൈസ്? ഇതൊക്കെ കാണണ്ടേ, ഇങ്ങനൊരു ഉപ്പുപാടം. വൈറ്റ് ഡെസേർട്ട് ഇൻ ഗുജറാത്ത്. ഈ ഭുജ് എന്ന് പറയുന്ന സ്ഥലം പാകിസ്ഥാനോട് അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് റാൺ ഓഫ് കച്ചിലെ നമ്മുടെ വൈറ്റ് ഡെസേർട്ട് ഓഫ് ഗുജറാത്തിലെ വിശേഷങ്ങളെല്ലാം ഗൈസ്. ഇതെത്ര കണ്ടാലും മതി വരില്ല, അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പിന്നെ വൈറ്റ് കളർ ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏത് സൈഡിൽ നോക്കിയാലും ഭയങ്കര ഭംഗിയാണ് ഗൈസ്. പ്രത്യേകിച്ച് സൺലൈറ്റ് കൊണ്ട് അടിക്കുമ്പോൾ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഏർലി മോർണിംഗ് ടൈമിൽ വിസിറ്റ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ കച്ചിലെ സൺറൈസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആണ്, സൺറൈസ് ആണ് ഗൈസ്. ഓക്കെ, വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സൺറൈസ് ആണ് ഗൈസ്. അപ്പോൾ കച്ചിലത്തെ, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുക. ഞങ്ങളത് ട്രൈ ചെയ്യാനാണ് ആക്ച്വലി ഇറങ്ങിയത്. പക്ഷേ ഇന്നത്തെ നമ്മളുടെ ചെറിയ സാഹചര്യം മൂലം അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഓടി എത്തുമ്പോഴത്തേനും നൈസായിട്ട് സൂര്യഭഗവാൻ അങ്ങ് മുകളിലോട്ട് എത്തി ഗൈസ്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ റാൺ ഓഫ് കച്ചിലെ. അപ്പോൾ നിങ്ങളെല്ലാവരും വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം സൺറൈസ് പിടിക്കാൻ നോക്കുക. അതേപോലെ തന്നെ ആ ടൈം വരികയാണെന്നുണ്ടെങ്കിൽ ചൂടിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എൻജോയ് ചെയ്യാനുള്ളൊരു സമയവും കിട്ടും, ആ ഒരു ക്ലൈമറ്റും ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കച്ചിലെ വിശേഷങ്ങൾ. ഇങ്ങോട്ട് വരേണ്ട വഴി നിങ്ങൾ നേരെ റോഡ് ഓഫ് ഹെവൻ തന്നെ അടിച്ചിട്ട് വന്നാൽ മതി. കറക്റ്റ് ഈ റോഡ് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഗൈസ്. ഓക്കെ, ബൈ.